മലയാളികളുടെ ഓൾ ടൈം ഫേവറേറ്റ് മുട്ട പപ്സ്. ഇതൊരിക്കലെങ്കിലും കഴിച്ചിട്ടില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഈ മുട്ട പപ്സിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കഥ പറയാനുണ്ട്. ആ കഥ തലശ്ശേരിക്കാരൻ മാമ്പള്ളി ബാപ്പുവിന്റെ കൂടി കഥയാണ്. ഈ കഥ തുടങ്ങുന്നത് തെല്ലിച്ചേരിയിൽ നിന്നാണ്. തെല്ലിച്ചേരി, അതായത് ഇന്നത്തെ തലശ്ശേരി. ഈ തലശ്ശേരിയുടെ രുചികൾക്ക് പുതിയ ഭാവങ്ങൾ സമ്മാനിച്ച മമ്പള്ളി ബാപ്പു എന്ന ക്രാന്തദർശിയായ ബേക്കറുടെ കഥ ആരംഭിക്കുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിലാണ്. 1883 ഒരു ക്രിസ്മസ് കാലം. അന്ന് തലശ്ശേരിയിലെ അഞ്ചരക്കണ്ടിയിൽ തോട്ടമുടമയായിരുന്ന മർഡോക് ബ്രൗൺ എന്ന സായിപ്പ് ബർമയിൽ നിന്നും ബേക്കിംഗ് വിദ്യകൾ പഠിച്ചെത്തിയ ബാപ്പുവിനെ ഒരു വെല്ലുവിളിയുമായി സമീപിക്കുന്നു. യൂറോപ്പിൽ മാത്രം കിട്ടിയിരുന്ന പ്ലം കേക്ക് ഇവിടെ ഉണ്ടാക്കുക എന്നതായിരുന്നു ആ വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുത്ത ബാപ്പു തന്റേതായ ചേരുവകളും ഫ്രഞ്ച് ബ്രാൻഡിക്ക് പകരം കശുമാങ്ങ വാറ്റിയ മദ്യവും ചേർത്ത് ഒരു കേക്ക് ചുട്ടെടുത്തു. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്മസ് കേക്ക്. ഈ ഒരൊറ്റ സംഭവം ബാപ്പുവിനെയും ബാപ്പുവിന്റെ റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറിയെയും തലശ്ശേരിയുടെ ബേക്കിംഗ് ചരിത്രത്തിന്റെ തലപ്പത്തെത്തിച്ചു. ബാപ്പു തുടക്കമിട്ട ഈ ബേക്കിംഗ് വിപ്ലവം തലശ്ശേരി ആകെ അലയടിച്ചു. പിന്നീട് അങ്ങോട്ട് ബേക്കറികളുടെ കാലമായിരുന്നു. അക്കാലത്താണ് ബ്രിട്ടീഷുകാർ കഴിച്ചിരുന്ന പാളികളുള്ള യൂറോപ്യൻ പേസ്ട്രി എന്ന വിഭവത്തിൽ മലബാറിന്റെ രുചികളും ചേർത്ത് പുതിയ പലഹാരം ഉണ്ടാക്കാമെന്ന ആശയം മുളപൊട്ടുന്നത്. അങ്ങനെ പല പരീക്ഷണങ്ങൾക്കും ഒടുവിൽ ഉള്ളിയും ചതച്ച ഇഞ്ചിയും പച്ചമുളകും തനതായ മസാലകളും ഇറച്ചിയും ചേർത്ത ഫില്ലിംഗ് പാളികളുള്ള പേസ്ട്രി മാവിൽ നിറച്ച് ചുട്ടെടുത്തു. അതായിരുന്നു ഇന്നത്തെ മീറ്റ് പപ്സ് എന്ന പലഹാരത്തിന്റെ തുടക്കം. പിന്നീട് ഇറച്ചിയേക്കാൾ വില കുറഞ്ഞതും എല്ലാവർക്കും ലഭ്യമായതുമായ ഒരു ചേരുവ എന്ന നിലയിൽ പുഴുങ്ങിയ മുട്ട പപ്സിലേക്ക് വഴിമാറി. അന്നു മുതൽ ഇന്നു വരെ കേരളത്തിലെ ബേക്കറികളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറി ഈ പലഹാരം. മമ്പള്ളി ബാപ്പു നേരിട്ട് ആദ്യമായി മുട്ട പപ്സ് ഉണ്ടാക്കിയെന്ന് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നില്ല. എന്നാൽ 1850-കളിൽ എറണാകുളത്തെ റൊസാരിയോ ബേക്കറി പോലെയുള്ള ബേക്കറികൾ തുടക്കമിട്ട ബേക്കിംഗ് സംസ്കാരത്തിലൂടെ പാശ്ചാത്യ വിഭവങ്ങളെ മലബാറിന്റെ രുചികളുമായി സമന്വയിപ്പിച്ച് ജനകീയമാക്കി മാറ്റിയത് ബാപ്പുവിന്റെ തലമുറയാണ്. കഥകളും ചരിത്രവും എന്തുതന്നെയായാലും മലയാളിക്ക് പപ്സ് വെറും ഒരു പലഹാരം മാത്രമല്ല, അതൊരു വികാരം കൂടിയാണ്.